സാർ, സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഒടുവിൽ രാജ്യം വിട്ടു. പക്ഷേ രാജ്യം വിടുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് നടത്തിയിരുന്നു. അതായത് ഈ ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ പിന്തുണയ്ക്കുന്ന നിലപാട് ഞങ്ങൾ നിർത്താം, ഞങ്ങൾ കുറച്ച് ഡീസൻ്റ് ആയിക്കോളാം, അമേരിക്ക ഒന്ന് സഹായിക്കുമോ, അല്ലെങ്കിൽ അമേരിക്ക ഒരു പിന്തുണ നൽകുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു സന്ദേശം അയച്ചതിൽ സക്സസ് ആയി. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു? സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ബാഷർ അൽ അസദിന് ഇവരുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. ആരാണ് കൂടെ നിൽക്കുന്നത്, ആരാണ് എതിരായിട്ട് നിൽക്കുന്നത്, ആരാണ് കാലുമാറി പോകുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ മുല്ലപ്പൂ വിപ്ലവം വന്ന കാലത്ത് റഷ്യയുടെ വൻ സപ്പോർട്ട് കിട്ടിയായിരുന്നു. പക്ഷേ റഷ്യയുടെ നയത്തിലുള്ള മാറ്റം മനസ്സിലാക്കാൻ ആസാദിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ റഷ്യയുടെ ഭാഷയൊക്കെ മാറാൻ തുടങ്ങി. അവരുടെ ഒരു വലിയ നേവൽ ബേസ് ഉണ്ട് ഈ സിറിയയിൽ. അത് മെഡിറ്ററേനിയനിൽ റഷ്യക്കുള്ള ഏക നേവൽ ബേസാണ്. ഈ നേവിയുടെ വലിയൊരു എസ്റ്റാബ്ലിഷ് അതെ. അപ്പോൾ അവിടെ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ അവരുടെ സിറ്റിസൻസിനെ എവാക്യുവേറ്റ് ചെയ്യണതോ അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മെസ്സേജ് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് റഷ്യ ചെയ്തത് അവരുടെ സിറ്റിസൻസിൻ്റെ കാര്യത്തെ പറ്റി എല്ലാവരും ശ്രദ്ധിച്ച് അവരുടെ ഈ ടാർട്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേവൽ ബേസ് ഉണ്ട് ഈ പറയുന്ന സിറിയയിൽ. അവിടേക്കാണ് ആദ്യം റഷ്യയുടെ ശ്രദ്ധ പോയത്. കാരണം ദാറ്റ് ഈസ് ദി ഓൺലി നേവൽ ബേസ് ഇൻ ദി മെഡിറ്ററേനിയൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റഷ്യക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ തന്നെ ഇഷ്ടംപോലെ നേവൽ ബേസസ് ഉണ്ട്. പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യം വളരെ കഠിനമാണ്. ഇപ്പോൾ നമുക്കറിയാലോ, സൈബീരിയയിലൊക്കെ ആണെങ്കിൽ -50 വരെയൊക്കെ പോകും, വെള്ളമൊക്കെ തണുത്തുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും സൗകര്യമുള്ള, അതേപോലെ മെഡിറ്ററേനിയനിലുള്ള ഏക ഈ നേവൽ ബേസ് പോർട്ട് അല്ലെങ്കിൽ അതെ. അപ്പോൾ അത് ഈ പറയുന്ന ടാർട്ടസ് എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഇവർ റഷ്യക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന്. ആദ്യം ഇഡ്ലിബ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആക്രമണം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അലപ്പോ പെട്ടെന്ന് പിടിച്ചെടുത്തു. ഇങ്ങനത്തെയൊക്കെ മാറ്റങ്ങൾ കണ്ടപാട് റഷ്യ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിറ്റിസൻസിനെ പറ്റിയൊന്നും തൽക്കാലം ബോധർ ചെയ്തില്ല. അവരാദ്യം ചെയ്തത് ആ നേവൽ ബേസിൽ നിന്ന് എല്ലാ ഷിപ്സും അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി. കാരണം അവർക്കറിയാം ഈ പോക്ക് ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ ആസാദിനും കാര്യം മനസ്സിലായി. അപ്പോൾ എന്തോ സംഭവിക്കാൻ പോകണത് തന്നെയല്ല, റഷ്യ കൂടെ നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോബ്ലം ഉള്ളപ്പോൾ ഷിപ്പുകളെ ഇങ്ങോട്ട് സിറിയയിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം സിറിയയിലുള്ള ഷിപ്പ് മുഴുവനും കൊണ്ടുപോവാണ് നേവിയുടെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് ചെറുതായിട്ടൊരു ഭാഷ ഒന്ന് മാറ്റി. അതായത് അദ്ദേഹം ട്രംപിനെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം കണക്കാക്കിയത് തന്നെ ഇപ്പോൾ ബൈഡൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനി ടൈം നൗ പോകേണ്ട ആളാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല, ട്രംപ് വരട്ടെ, അപ്പോൾ ട്രംപിനെ പിടിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ആൾ പോയി, അത് വേറെ കേസ്. പക്ഷേ ട്രംപിനെ അദ്ദേഹം കാര്യമായിട്ടൊന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനാദ്യം അദ്ദേഹം ശ്രമിച്ചത് UAE വഴിയാണ്. എന്നിട്ട് UAE വഴി ഒരു മെസ്സേജ് കൊടുത്തു. അതായത് ഞങ്ങൾ ഈ ഇറാൻ്റെ പ്രോക്സീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഹിസ്ബുള്ള അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്, അവരായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും ഞങ്ങൾ വിട്ടോളാം, ഇറാനെ ഞങ്ങൾ വേണമെങ്കിൽ ഉപേക്ഷിച്ചോളാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനം സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ പ്രോക്സികളൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചോളാം, ഇനി നത്തിങ് ഡൂയിങ് വിത്ത് ദം എന്നുള്ളൊരു ലെവലിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് UAE വഴി ഒന്ന് സമീപിച്ചു നോക്കി ട്രംപിന്. അപ്പോൾ അതായിരുന്നു ഒരു ശ്രമം. പിന്നെ വേറെ ഒരു ശ്രമം കൂടി ട്രംപിൻ്റെ അടുത്തേക്ക് നടത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഓർബൻ എന്ന് പറഞ്ഞിട്ട് ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഈ വിക്ടർ ഓർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ വലിയ ആരാധകൻ. അവർ തമ്മിൽ വലിയ, ഇപ്പം മോഡിയും ട്രംപും ഒക്കെ പോലെ അവർ സൗഹൃദമാണ്. അപ്പോൾ വിക്ടർ ഓർബനെ ഒന്ന് സ്വാധീനിക്കാൻ, വിക്ടർ ഓർബൻ വഴി ട്രംപുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ വിക്ടർ ഓർബൻ്റെ അടുത്തേക്ക് അദ്ദേഹം പറഞ്ഞയച്ചത് സിറിയൻ ഓർത്തഡോക്സ് പാട്രിയാർക്ക് ഉണ്ട്, സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പാട്രിയാർക്ക്. അദ്ദേഹത്തിൻ്റെ പേര് ഇഗ്നേഷ്യസ് അപ്രേം എന്നാണ്. ഈ ഇഗ്നേഷ്യസ് അപ്രേമിനെ വിക്ടർ ഓർബൻ്റെ അടുത്തേക്ക് അയച്ചു, എവിടെ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ. എന്നിട്ട് പറഞ്ഞു ട്രംപിനോട് ഒരു കാര്യം പറയണം എന്ന്. അതാണ് മെസ്സേജ്. അപ്പോൾ അത് മെസ്സേജ് കൊടുത്തയക്കുന്നത് ഈ പാട്രിയാർക്ക് ഇഗ്നേഷ്യസ് അപ്രേം വഴിയാണ്. അതായത് റഷ്യയിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, ഇവിടെ നമ്മുടെ സിറിയയിൽ ക്രിസ്ത്യൻസ് ഉണ്ട്. ദേ അക്കൗണ്ട് ഫോർ 10% ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ അവരുടെ കാര്യം ഭയങ്കര അപകടത്തിൽ ആകും.
ഇപ്പോൾ ഇവർ ഈ ടെററിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ആസാദിനെ പറ്റി നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും അങ്ങനെ ഹി വാസ് സെക്യുലർ ത്രൂ ആൻഡ് ത്രൂ. വളരെ ആ സെക്യുലറിസം വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ പറയുന്ന ഷിയ അല്ല, അദ്ദേഹത്തിൻ്റെ വൈഫ് സുന്നിയാണ്. അപ്പോൾ സിറിയയിൽ സുന്നി ഷിയ ആണ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഷിയ മാത്രം എന്നുള്ളൊരു ചിന്താഗതിയില്ല, അല്ലെങ്കിൽ അല്ലവൈറ്റ് മാത്രം എന്നുള്ള ചിന്താഗതിയില്ല. അദ്ദേഹം എല്ലാവരുമായിട്ട് യോജിച്ചു പോകുന്നു. ക്രിസ്ത്യൻസ് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ആസാദിനെ പറ്റി അവർക്ക് എന്തെങ്കിലും മതപരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യൻസ് വേറെ വെരി ഹാപ്പി. കാരണം അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാതെ ജീവിക്കാമായിരുന്നു, അവിടെ കൊല്ലുന്ന പ്രശ്നമില്ലായിരുന്നു ക്രിസ്ത്യൻ ആണെന്നുള്ള പേരിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ആസാദിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഈ മെസ്സേജ് ഒന്ന് കൺവേ ചെയ്യണം വിക്ടർ ഓർബൻ്റെ അടുത്ത്. വിക്ടർ ഓർബൻ പോയിട്ട് ട്രംപിനോട് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം ഒരു ശ്രമം നടത്തി. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അമേരിക്കയിൽ ഒന്ന് താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഇവിടുന്ന് വിട്ടു പോകേണ്ടി വന്നു. അപ്പോൾ ഈ അമേരിക്കയിൽ താമസിക്കാൻ താല്പര്യം പറയുന്നതിലുള്ള ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛനായാലും മകനായാലും, അതായത് ഹാഫിസ് അൽ അസാദ് ആയാലും ബാഷർ അൽ അസാദ് ആയാലും അവിടെ പിടിച്ചു നിന്നതും വളർന്നതും പുരോഗമിച്ചതും ശക്തി പ്രാപിച്ചതും ഒക്കെ അമേരിക്ക ചീത്ത പറഞ്ഞ് മാത്രമാണ്. ഇത്രയും കാലം അമേരിക്കയെ തന്നെ വേണ്ടതിനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ നിന്ന് താമസിച്ചാൽ, കാരണം അദ്ദേഹത്തിന് അവിടെയായാലും സൗകര്യമായിട്ട് ജീവിക്കാം. ബിക്കോസ് ഈസ് ആൻ ഒഫ്താൽമോളജിസ്റ്റ്, ഐ സ്പെഷ്യലിസ്റ്റ് ആണ്, നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്നുള്ള രീതിയിൽ അവിടെ താമസിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സെക്യുലർ ക്രെഡൻഷ്യൽസ് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇങ്ങരുടെ ഭാര്യയാണെങ്കിലും ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഇംഗ്ലണ്ട്, സിറിയൻ പേരൻസ് ആണ്. പക്ഷേ അപ്പോൾ ആ രീതിയിൽ ഇവർക്ക് സെക്യുലറിസം ഏതായാലും ഉണ്ട് കുറേയൊക്കെ. പിന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയാലും ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വെച്ചു. പിന്നെ അദ്ദേഹം ഒരു ഓഫർ കൂടി പറഞ്ഞു. അതായത് ഇവരിപ്പോൾ ടെററിസ്റ്റ് കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചെന്ന് വെച്ചോ, ബട്ട് ദർ വിൽ ബി എ റംബ് ടെറിട്ടറി എന്ന് പറയും. റംബ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തു പോയാലും കുറച്ച് സ്ഥലം ബാക്കി കിടക്കും. ഞാൻ അവിടെ ഭരിച്ചോളാം, അവിടെ സമാധാനമായിട്ട് ജീവിച്ചോളാം, ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഭരണം ഞാൻ നടത്തിക്കോളാം. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിന് പറ്റുമെങ്കിൽ അതിനും തയ്യാറാണ്. പിന്നെ വേറെ ഒരു ഐഡിയ കൂടി അദ്ദേഹം പലരോടും പറഞ്ഞായിരുന്നു. അതായത് വേണമെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താം, ഇനി അതിൻ്റെ പേരിലാണ് ആൾക്കാർ ബഹളം കൂട്ടണമെങ്കിൽ അതിന് സമാധാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ മറ്റുള്ള അമേരിക്കൻ പ്രസിഡൻസ് ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ സിമ്പതൈസ് ചെയ്യുകയോ ഇത് കൺസിഡർ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ട്രംപിൻ്റെ അടുത്ത് ഈ അഭ്യാസമൊന്നും നടക്കില്ല. അപ്പോൾ ട്രംപിൻ്റെ മെസ്സേജ് ഇതായിരുന്നു. പൊതുവിൽ അമേരിക്കയോട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: സ്റ്റിയർ ക്ലിയർ ഓഫ് ദി സിറിയൻ കോൺഫ്ലിക്റ്റ്. സിറിയ ഈസ് എ മെസ് ആൻഡ് നോട്ട് അവർ ഫ്രണ്ട്. അപ്പോൾ ഈ സിറിയയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ തലയിടാൻ പോകണ്ട, അവിടെ ചെന്നാൽ മെസ്സാണ്, ആകെ അലമ്പാണ്. മാത്രമല്ല അവരൊരിക്കലും നമ്മുടെ സുഹൃത്തായിരുന്നില്ല, ഇവരെ സഹായിക്കാൻ നമുക്ക് യാതൊരു ബാധ്യതയും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് അവർ ഫൈറ്റ്. ഇത് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ യുദ്ധമല്ല. അത് അവർ അവിടെ യുദ്ധം ചെയ്യണവർ ചെയ്തോട്ടെ, അതിൽ നമ്മൾ തലയിടാൻ പോകണ്ട, ലെറ്റ് ഇറ്റ് പ്ലേ ഔട്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നോട്ടെ, അത് ഏത് രീതിയിൽ തീരാണോ ആ രീതിയിൽ തീർന്നോട്ടെ. നമുക്ക് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്, ഇതിൽ പോയി തലവെച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെസ്സേജ് ട്രംപിനെ സമീപിച്ചവരോടെല്ലാം ട്രംപ് കൊടുത്തു. അതോടുകൂടി ഈ ബാഷർ അൽ അസാദിന് പിന്നെ ഇങ്ങനെ ഒരു നയമാറ്റം നടത്തിയതുകൊണ്ടും കാര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഇഡ്ലിബിൽ നിന്നാണ് അവർ അലപ്പോ പിടിച്ചു, പെട്ടെന്നൊരു മിന്നൽ ആക്രമണത്തിൽ പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഹമ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഹോംസിലേക്ക് കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡമാസ്കസിലും കയറി. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസുകളൊക്കെ റാൻസാക്ക് ചെയ്തു. അവസാനം അദ്ദേഹം അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി പോയി എന്ന് പറയുന്നത് ചിലർ വേറെ ചില അതൊക്കെ വെറുതെ നുണ പറയുന്നതായിരിക്കും, ജസ്റ്റ് റൂമേഴ്സ്. അതായത് ഈ ഫ്ലൈറ്റ് ആരോ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനെപ്പറ്റി ആരും വേറെ റിലയബിൾ സോഴ്സസ് ഒന്നും അത് അംഗീകരിക്കുന്നില്ല. ഈ യൂട്യൂബിലൊക്കെ കുറേ അങ്ങനത്തെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഡമാസ്കസിലേക്ക് ഇവരെത്തുന്ന ആ ഒരു സമയം, അതായത് വിമതർ ഇനി പിടിക്കുമെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി. അതായത് ഒരു 11-12 ദിവസത്തെ കാലയളവിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. അപ്പം വളരെ പെട്ടെന്ന് ഈ തുർക്കിയിൽ നിന്ന് തയ്യിബ് എർദോഗൻ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എർദോഗൻ ഒരു സപ്പോർട്ട് ചെയ്തതും ഇപ്പോഴത്തെ ഇതിന്റെ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ എർദോഗനാണ്. അപ്പോൾ എർദോഗൻ ഇതിൽ വലിയൊരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർ ദാൻ 3 മില്യൺ പീപ്പിൾ അവിടെ ഉണ്ട്. എവിടെ ഈ സിറിയെന്ന് പോയേക്കുന്നവർ ചെന്നേക്കുന്ന ടർക്കിയിലാണ് ഇത് പറ്റിയിരിക്കുന്നത്. അപ്പം 30 കോടിയോ 40 കോടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുണ്ട്.
ഇവർ ഈ വന്നു പെട്ടേക്കണവരൊക്കെ ശുദ്ധാത്മാക്കളൊന്നുമല്ല. ആ, ഇവർ പറ്റുമ്പോൾ മെഷീൻ ഗൺ വെച്ച് അടിച്ച് നടന്നിരുന്ന ആൾക്കാരാണ് അവിടെ ചെന്ന് പെട്ടേക്കണത്. ആ. അവരെ നോക്കണം, അവരെ അന്വേഷിക്കണം, അവർക്ക് ചെലവിന് കൊടുക്കണം. അത് കൂടാതെ ഇവന്മാരല്പം ടെററിസം ഉള്ള ആൾക്കാരാണ്. ആ, ഈ ടെററിസം നാട്ടുകാരും ഇതൊക്കെ പഠിക്കും, അല്ലേ? പഠിക്കും. പിന്നെ ഇവരുടെ ഓരോ പണികൾ നാട്ടുകാർ ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാൻ വലിയ പ്രശ്നമാണ്. അപ്പോൾ എർദോഗാൻ ഏറ്റവും വലിയ തലവേദനയായിരുന്നു. ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന് പെട്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിനുള്ള ഈ അഭയാർത്ഥികളെ തിരിച്ചു വിടണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പല പ്രാവശ്യം ഈ ആസാദിനോട് പറഞ്ഞത്, ആ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക, നിങ്ങൾ എന്തെങ്കിലും ചർച്ചയൊക്കെ ചെയ്ത് പരിഹാരം ഉണ്ടാക്കുക. ഇപ്പോൾ ഒരുവിധം സ്റ്റേബിൾ ആയല്ലോ കൺട്രി. അതെ. അപ്പം അതുകൊണ്ട് എത്രയും വേഗം ഇവർ പക്ഷേ ഈ ആസാദ് അദ്ദേഹത്തെ സ്നബ് ചെയ്യായിരുന്നു, പുച്ഛിച്ച് തള്ളയായിരുന്നു. എനിക്കിപ്പോൾ നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല, എൻ്റെ കൂടെയുള്ള റഷ്യ, ഇറാൻ, ഹിസ്ബുള്ള എല്ലാവരും റെഡിയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അടിച്ചു നേർപ്പായിക്കോളാം എന്നുള്ള ചിന്താഗതിയായിരുന്നു. ഈ എർദോഗാന് യാതൊരു പരിഗണനയും കൊടുത്തിരുന്നില്ല. അപ്പൊ ശരിക്കും പറയുന്നത് ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഈ HTS എന്നൊരു സംഘടനയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്, ആയുധം കൊടുക്കുന്നതൊക്കെ ഈ തുർക്കിയിൽ നിന്നായിരുന്നു, അല്ലെ? ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ കയറി അടിച്ചു, അല്ലേ? തുർക്കിയിൽ നിന്നും വളരെയധികം സപ്പോർട്ട് കിട്ടിയിരുന്നു. പിന്നെ വേറെ ഇതിൽ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് യുദ്ധം ചെയ്ത് ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈൻ ഉണ്ടല്ലോ, യുക്രൈനിന്റെ ആൾക്കാരുണ്ടായിരുന്നു സിറിയയിൽ. ഈ സിറിയക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട്, റിബൽസിന് ട്രെയിനിങ് കൊടുക്കാൻ ഇഡ്ലിബ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഒരു മെയിൻലി, അവിടെയായിരുന്നു ഈ ഇവർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് യുക്രൈനിൽ നിന്ന് ആൾക്കാർ. ഇത് യുക്രൈൻ അത്രയും വലിയ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് സിറിയോടുള്ള വിരോധം കൊണ്ടല്ല, ഇറാനോടുള്ള വിരോധം കൊണ്ടാണ്. കാരണം ഇറാനാണ് റഷ്യക്ക് ഡ്രോൺ സിസ്റ്റം പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു യുക്രൈൻ അടിക്കാനായിട്ട്. റഷ്യയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, യുക്രൈനായിട്ട് പ്രശ്നമില്ല, പക്ഷേ റഷ്യയോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഇത് കൊടുത്തു. ഈ അടി മുഴുവനും വാങ്ങിച്ചിരുന്നത് യുക്രൈനാണ്. അങ്ങനെ ആകെ അലമ്പ് കേസ്. എന്തായാലും റഷ്യ ഇറാനും ഏതാണ്ട് സിറിയ കൈവിട്ടു. അമേരിക്കയുടെ അടുത്ത് അവസാന ശ്രമം നിലൊന്ന് പരിശ്രമിച്ചു നോക്കി, ട്രംപും കൈവിട്ടതോടുകൂടി തകർന്നു, അല്ലെ? ഇനിയിപ്പോ സിറിയ എങ്ങനെ ഒരു രാജ്യമായി മുന്നോട്ട് പോകുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.